നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി സകലരെയും ശിഷ്യരാക്കുക. എന്നിട്ട് അവസാനമായി പറഞ്ഞു, യേശു പഠിപ്പിച്ചതൊക്കെയും അവരെയും പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ പഠിപ്പിക്കണം. അപ്പോൾ അതിന്റെ വിവിധ ഭാഗങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ അയക്കുന്നതിന് മുൻപേ യേശു ഇവരെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്തത് എന്നാണ് ഇന്ന് ഞാൻ നോക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. നിങ്ങളെ പഠിപ്പിച്ചതൊക്കെയും മറ്റുള്ളവരെ പഠിപ്പിക്കണമെന്ന്. അപ്പോൾ യേശു എങ്ങനെയാണ് ഇവരെ ട്രെയിൻ ചെയ്തത്, അതാണ് ഇന്ന് രാവിലെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. യേശു ക്രിസ്തു സ്നാനപ്പെട്ട് യോർദാന്റെ കരയിൽ കൂടെ നടന്നു പോകുമ്പോൾ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാൻ. അപ്പോൾ ചില ശിഷ്യന്മാർ, അവർ യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു, അവരെ യേശുവിനെ അനുഗമിച്ചിട്ട് ചോദിച്ചു, ഗുരു നീ എവിടെ പാർക്കും? അത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 41 മുതലുള്ള വാക്യങ്ങളിലാണ് നാം കാണുന്നത്. അവിടെ യേശു ക്രിസ്തുവിന്റെ പിന്നാലെ വരുന്ന ഈ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഗുരു നീ എവിടെ പാർക്കും? അപ്പോൾ യേശു പറഞ്ഞു, വന്ന് കാണുക. അതാണ് യേശുവിന്റെ ഉത്തരം. അത് 39-ാം വാക്യമാണ്, 1-ാം അധ്യായത്തിൽ 39-ാം വാക്യം. അപ്പോൾ യേശു ക്രിസ്തു തന്റെ പിന്നാലെ വന്ന് തന്നെ കുറിച്ച് അറിയുവാൻ താല്പര്യമുള്ളവരോട് പറയുന്നത്, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് പാർക്കുക, അവനെ കാണുക, അവനെ കുറിച്ച് മനസ്സിലാക്കുക. യോഹന്നാൻ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഞങ്ങൾ അവനെ കണ്ടു അല്ലെ കേട്ടു എന്നല്ല, ഞങ്ങൾ അടുത്തിരുന്നു, തൊട്ടു എന്തൊക്കെയാണ് യോഹന്നാന്റെ ലേഖനത്തിൽ താൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തു എത്രമാത്രം അവർക്ക് ക്ലോസ് ആയിരുന്നു എന്നുള്ളതാണ് യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ആദ്യം മുതൽ ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു അവരോട് പറഞ്ഞു, വന്ന് കാണുക എന്ന് പറഞ്ഞാലും വളരെ അടുത്ത് ഇടപെടുന്നവരായിരുന്നു. അവർക്ക് എത്തിപ്പിടിക്കാവുന്ന ഒരു വ്യക്തിയായിരുന്നു. ജീവിതം അവരുടെ മുൻപിൽ തുറന്നു കാട്ടിയതിന്റെ ഫലമായിട്ട് എന്തോ സംഭവിച്ചു. ഇവർ വന്ന് യേശുവിന്റെ കൂടെ താമസിച്ചത് കൊണ്ട് അവരാണ് ആദ്യമായി യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നത്, ഞങ്ങൾ മശിഹായെ കണ്ടെത്തി. നോക്കിക്കുക വാക്യം, 1-ാം അധ്യായത്തിന്റെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിൽ അവരന്യോന്യം പറയുകയാണ്, ഞങ്ങൾ ആരെ കണ്ടെത്തി? മശിഹായെ കണ്ടെത്തി. അപ്പോൾ യേശുവിന്റെ കൂടെ താമസിച്ച ഉടനെ അവൻ ആരാണെന്ന് വെളിപ്പെടുവാൻ തക്കവണ്ണം അത്രമാത്രം അവനിൽ ക്വാളിറ്റി ഉണ്ടായിരുന്നു. യേശു പറഞ്ഞില്ല ഞാൻ മശിഹായാണെന്ന്, യേശു പറഞ്ഞു വന്ന് കാണുക എന്ന്. അപ്പോൾ യേശു ക്രിസ്തു അവരെ കൊണ്ടുപോയി അവരുമായി പാർത്തപ്പോൾ ഇവര് പറയാം, ഞങ്ങൾ മശിഹായെ കണ്ടെത്തി. അത് മാത്രമല്ല, മശിഹായെ കണ്ടു എന്ന് കണ്ടപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ പോലും അവരുടെ ഹൃദയത്തിൽ എന്തുണ്ടായി? ഒരു പ്രേരണയുണ്ടായി. സ്വന്തം സഹോദരനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അവർ തമ്മിലാണ് ഇത് പറയുന്നത്, ഞങ്ങൾ ആരെ കണ്ടു? മശിഹായെ കണ്ടു. ഇനി അവര് മാത്രമല്ല, വേറൊരുവൻ പറയുകയാണ്, ഫിലിപ്പോസ്. അതിന്റെ 44-ാം വാക്യത്തിൽ നോക്കിക്കേ, ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബത്സദയിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു, അവൻ അയൽവക്കക്കാരനെ കണ്ടു. അപ്പോൾ അന്ത്രയോസ് സഹോദരനെ കണ്ടു പറഞ്ഞു, ഞങ്ങൾ ഒരാളെ കണ്ടെത്തിയിരിക്കുന്നു, ഞങ്ങൾ അവന്റെ കൂടെ പാർത്തു, ഞങ്ങൾ അവരുമായി ഇടപെട്ടപ്പോൾ അവൻ മശിഹായാണെന്ന് കണ്ടു. അപ്പോൾ യേശു ക്രിസ്തു അവരുമായി ഇടപെട്ടപ്പോൾ അവൻ ആരാണെന്ന് ഇവർക്ക് മനസ്സിലായി. ഇത് സാധാരണ ഒരു സംഗതിയല്ല. മശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർ പ്രതീക്ഷിച്ചതൊന്നും യേശു ക്രിസ്തുവിൽ അവർ കണ്ടു കാണത്തില്ല. അവരെന്താ പ്രതീക്ഷിച്ച? യഹൂദന്മാർ ഒരു രാജാവിന്, അല്ലെങ്കിൽ ഒരു മഹാപുരോഹിതന്, അല്ലെങ്കിൽ മഹാപുരോഹിതന്റെ കുടുംബത്തിൽ ജനിച്ച ഒരു യോദ്ധാവിനെ, എല്ലാം പിടിച്ചെടുക്കുവാൻ കഴിവുള്ള ഒരു ശക്തനായ ഒരു വ്യക്തിയെ. യേശു ഒരു അത്ഭുതവും ചെയ്തില്ല, യേശുവിന് പട്ടാളമില്ല, യേശു രാജകുടുംബത്തിലല്ല. യേശു ഈ ഊഷരഭൂമിയുടെ അടുത്ത് താമസിക്കുമ്പോൾ അന്ത്രയോസ് പറയുന്നു, ഞങ്ങൾ മശിഹായെ കണ്ടെത്തി. എന്നിട്ട് സഹോദരനെ കൊണ്ടുവരുന്നു. വേറൊരു അയൽവക്കക്കാരനെ കണ്ടിട്ട് പറയുന്നു, ഞങ്ങൾ ആരെ കണ്ടെത്തിയിരിക്കുന്നു? നോക്കിയ വാക്യം വായിച്ച് അവിടെ പറയുകയാണ്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇവരെ അറിവില്ലാത്തവരല്ല. ഇവരാരും
ദൈവോചനത്തിൽ പഠിപ്പില്ലാത്തവരല്ല, ഇവർക്ക് നല്ല പഠിപ്പുണ്ട്. ഇവർ പറയാണ് എവിടെയൊക്കെയാ? മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എല്ലാം എഴുതിയിരിക്കുന്ന ഒരുവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അയ്യോ, അപ്പോൾ അവരും കണ്ടു. ഇനിയും ഫിലിപ്പോസ് കുറച്ച് വാദങ്ങളൊക്കെ പറഞ്ഞു, അതൊക്കെ നമുക്കറിയാം, അതൊന്നും ഞാൻ തൊടുവാൻ ആഗ്രഹിക്കുന്നില്ല. ഫിലിപ്പോസ് വന്ന് യേശുവുമായി ഇടപെട്ടപ്പോൾ അവൻ പറയുന്നത് നോക്കൂ, അത് അതിന്റെ താഴെയുണ്ട്. അതിന്റെ 49-ാം വാക്യം. 49-ാം വാക്യത്തിൽ നഥനയേൽ അവനോട്, റാബായി, നീ ഗുരുവാണ്, നീയാണ് ഞങ്ങൾ നോക്കി പാർക്കുന്ന യഥാർത്ഥത്തിലുള്ള ഗുരു. ഇതുവരെയും ഗുരുക്കന്മാരായി വന്നിട്ടുള്ളവരൊക്കെ ഈ പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും ക്ലാസ്സുകൾ പഠിച്ച് വളരെ പ്രശസ്തരായ അധ്യാപകർ ഇവരെ ഡിക്ലെയർ ചെയ്യണം ഇവരാരാണെന്ന്. റാബായിയാണ്. ഇപ്പൊ ഒരു കോളേജിൽ പ്രൊഫസർ ആണെങ്കിൽ ഈ അമേരിക്കയിൽ കഴിഞ്ഞ വർഷം 15 വർഷം അവർ കോളേജിൽ പഠിപ്പിച്ചിരിക്കണം പ്രൊഫസറായിരിക്കാൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ പൊസിഷൻ കൊടുക്കുകയുള്ളൂ. അത് ഡിക്ലെയർ ചെയ്യുമ്പോൾ തൊട്ടാണ് അവരെ എന്ത് വിളിക്കുന്നത്? പ്രൊഫസർ എന്ന് വിളിക്കുന്നത്. അതുപോലെ ഒരു കാര്യം പഠിച്ചു കഴിയുമ്പോൾ ഡോക്ടേഴ്സ് അവർ MD കഴിഞ്ഞിട്ട് അവർക്കൊരു വൈറ്റ് കോട്ട് കൊടുത്ത് ഒരു ഗ്രാജുവേഷനും കഴിഞ്ഞ് പരീക്ഷയും പാസ്സാകുമ്പോഴാണ് അവരെ എന്ത് വിളിക്കുന്നത്? ഡോക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അത് സാധാരണ സ്വാഭാവികമാണ്. പക്ഷേ യേശുവുമായി ഇടപെട്ടപ്പോൾ ഈ വാദപ്രതിവാദം പറഞ്ഞ മനുഷ്യൻ പറയുകയാണ്, നീ ഞങ്ങളുടെ ഗുരുവാണ്, അംഗീകരിച്ചു. പിന്നെ അത് അവിടെ കൊണ്ട് നിർത്തിയില്ല. നീ ആരാണ്? നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ വെളിപ്പാട് യേശുവുമായി ബന്ധപ്പെടുത്ത ജനങ്ങൾക്ക് അത് മുഴുവൻ ഗ്രഹിക്കത്തക്ക രീതിയിൽ യേശു അവർക്ക് വേണ്ടി തുറന്നു വെച്ച ഒരു പുസ്തകം പോലെ തന്റെ ജീവിതം വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അത് സഹോദരൻ കണ്ടപ്പോൾ തന്റെ സഹോദരനെ അറിയിക്കണമെന്നുള്ള താല്പര്യം, അയൽവക്കക്കാരൻ കണ്ടപ്പോൾ അയൽവക്കക്കാരനെ അറിയിക്കണമെന്നുള്ള താല്പര്യം, വാദപ്രതിവാദം നടത്തുന്ന വ്യക്തിയെ എനിക്ക് വാദപ്രതിവാദം ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ മറ്റുള്ളവർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നഥനയേൽ വിളിച്ചു പറയുന്നു. നീ ആരൊക്കെയാ? മശിഹ എന്ന് പറഞ്ഞാൽ ആരാണ്? നീ ടീച്ചറാണ്, നീ ദൈവപുത്രനാണ്, നീ യഹൂദന്മാരുടെ രാജാവാണ്. നോക്കൂ, എല്ലാ നിലകളിലും 3 കാര്യങ്ങളാണ് യേശുവിനെ കുറിച്ച് അല്ലെങ്കിൽ മശിഹയെ കുറിച്ച് യഹൂദന്മാർ ചിന്തിച്ചിരുന്നത്. അവൻ രാജാവായിരിക്കും, അവൻ എല്ലാവരെയും പഠിപ്പിക്കും. കാരണം ശമരിയ സ്ത്രീ പറയുന്നത് എന്താ? അവൻ വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാം എന്ത് ചെയ്യും? പറഞ്ഞു തരും, പഠിപ്പിക്കും. അപ്പോൾ ഇത് 3 പിന്നെ പുരോഹിത ശുശ്രൂഷ, അവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യും. അപ്പോൾ ഇതെല്ലാം ചെയ്യുവാൻ കഴിയുള്ള ഒരു വ്യക്തിയിൽ ഒരു ദിവസം കൊണ്ട് മനസ്സിലാകത്തക്ക രീതിയിൽ എല്ലാം യേശുവിന്റെ സാമീപ്യം വളരെ വ്യക്തമായി ഇവരെല്ലാം കണ്ടു. അപ്പോൾ ഇവരാരും വേദപുസ്തകം അറിയാത്തവരല്ല. അവർക്കറിയാം, പത്രോസ് പ്രസംഗിക്കാൻ തുടങ്ങിയ ഉടനെ ഏത് പുസ്തകം കൂട്ടി ചെയ്തേ? യോഹേലിന്റെ പുസ്തകം. എത്ര പേർക്കറിയാം യോഹേലിന്റെ പുസ്തകം എവിടെയാണെന്ന്? വേദപുസ്തകത്തിൽ ഓർഡറിൽ. ഇന്ന് ഒരു വീട്ടിൽ ഒരു 10 ബൈബിളും കാണും. ഇംഗ്ലീഷ്, മലയാളത്തിന്റെ വിവിധ വെർഷൻ, ഇംഗ്ലീഷും മലയാളം കൂടെ ഉള്ളത്, പിന്നെ മറ്റ് പല ബൈബിളുകൾ, സ്റ്റഡി ബൈബിൾ എല്ലാം കാണും. പക്ഷേ വായിക്കാൻ മാത്രം എന്താ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇന്ന് കൊരിന്ത്യർ ലേഖനം വായിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എത്ര പേര് വായിച്ചു എന്ന് അവരോട് തന്നെ ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിന് ചുരുക്കം, എന്നാൽ ഇവരങ്ങനെ ആയിരുന്നില്ല. ഇവര് മോശയുടെ പുസ്തകത്തിലും പ്രവാചകന്മാരിലും എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ളവനെ കണ്ടെത്തുവാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ യേശു ക്രിസ്തുവുമായി അവർ നടന്നപ്പോൾ യേശു ക്രിസ്തു തന്നെ വെളിപ്പെടുത്തി അവൻ ആരാണെന്ന് കാണിച്ചു കൊടുത്തു. നമുക്കറിയാം, മർക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ യേശു പിന്നെ ഇവരെ ഒഫീഷ്യലായി വിളിക്കുന്നുണ്ട്. ഇത് ഒരു പുറകെ ചെന്നതാണ്. വ്യക്തമായി യേശു തന്നോടുകൂടെ ഇരിക്കേണ്ടതിനും പിന്നെ അയക്കേണ്ടതിനും അവൻ എന്തോ ചെയ്തു? അവരെ അവങ്കിലേക്ക് വിളിച്ച് അവർക്ക് അപ്പോസ്തലന്മാരെന്ന് പേര് കൊടുത്തു. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 13-ാം വാക്യം വായിച്ച വേഗം. Then he appointed 12 that they might be with him and that he might send them out to preach. Okay, അപ്പോൾ അവരെന്താണോ ചെയ്തത് അത് തന്നെയാണ് കർത്താവ് ഇവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്താ അവർ ചെയ്തത്? അവനോടൊപ്പം
അവനെ കുറിച്ച് അറിയുക. അപ്പോൾ താൻ പന്തിയിൽ വരെ വിളിച്ചപ്പോൾ തന്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്തായിരുന്നു? അവനോടൊപ്പം ആയിരിക്കുക. അവനോടൊപ്പം ആയിരിക്കുക എന്ന് പറയുമ്പോൾ ഇവരെ വിളിച്ച വിളിയെക്കുറിച്ച് ഇച്ചിലൂടെ ബാക്കിലൊക്കെ പറയുന്നുണ്ട്. എന്താണ് യേശുക്രിസ്തു ഇവരെ പോയി ഒഫീഷ്യലായി വിളിച്ചപ്പം പറഞ്ഞ പദമെന്നറിയാമോ? എന്താ? നിങ്ങൾ എന്നെ അനുഗമിപ്പി, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഇവർക്കൊരു വലിയ ദൗത്യമാണ് കൊടുത്തത്. ഇവര് വലിയ ഒരു വ്യക്തിയെ കണ്ടു. എന്നിട്ട് അവർക്ക് അവരുടെ ഹൃദയത്തിൽ എത്തിപ്പിടിക്കാൻ വയ്യാത്ത വലിയൊരു മിഷനാണ് കൊടുത്തത്. എന്തു ചെയ്യാൻ? മനുഷ്യരെ പിടിക്കുവാൻ. മനുഷ്യരെ പിടിക്കുക എന്ന് പറയാൻ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ആരെങ്കിലും ഒന്ന് പിടിച്ചു നോക്കിക്കേ, അല്ലേ? അപ്പോഴേ എന്തറിയാം, ഒരാൾ പിടിച്ചോണ്ട് പോയാൽ എല്ലായിടത്തും കുഴപ്പമാണ്. അപ്പോൾ യേശു അവരോട് പറയുന്നത്, അസാധ്യമായ സംഗതിയെ ഞാൻ പിടിക്കാൻ നിങ്ങൾക്ക് ഒരു വരം നൽകിയിരിക്കുന്നു. അപ്പൊ ഒരു വലിയ കാഴ്ചപ്പാടാണ് കൊടുത്തത്. അപ്പോൾ അവന്റെ മഹിമ കാണിച്ചു. എന്റെ ഒന്നാമത്തെ പോയിന്റ്, യേശുവുമായി ആയിരുന്നപ്പോൾ അവന്റെ മഹത്വം അവൻ വെളിപ്പെടുത്തി. രണ്ടാമത്, വലിയൊരു ദൗത്യം, അവരാരും കേട്ടിട്ടില്ലാത്ത ഒരു കാര്യം. മീനെ പഠിക്കുന്നവർക്ക് മീനെ പിടിക്കാൻ അറിയാം, നന്നായിട്ടറിയാം. അവർക്ക് മനുഷ്യനെ പിടിക്കാൻ അതിൽ കൂടി വലിയ കാര്യങ്ങളൊന്നുമില്ല. മനുഷ്യരെ പിടിക്കുന്ന വലിയൊരു ദർശനമാണ് യേശു അവർക്ക് കൊടുത്തത്. അപ്പോൾ വലിയവനായ ദൈവം വലിയ ഒരു ദൗത്യമാണ് അവർക്ക് കൊടുത്തത്. അത് അവരുടെ ഹൃദയത്തിൽ ഉള്ളിൽ പതിഞ്ഞു. ഒന്നാമത് പറഞ്ഞ കാര്യമാണ് നിങ്ങളെ കുറിച്ചുള്ള ഉദ്ദേശം. അവനോടുകൂടെ ഇരുന്ന് അവനെ കണ്ടവരൊക്കെ അവന്റെ അടുക്കലേക്ക് ആകർഷിക്കപ്പെടുന്നു. അപ്പോൾ ഇവർക്ക് അവനോടുകൂടെ ആയിരുന്നാൽ അവൻ ചെയ്യുന്നത് പോലെ തന്നെ മനുഷ്യരെ പിടിക്കുവാൻ അവർക്കും സാധിക്കും എന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ അവർക്ക് എന്തോ ചെയ്തു? ഒരു വലിയ ദർശനമാണ് അവന്റെ കൂടെ വരുന്നപ്പോൾ കിട്ടിയത്, കൊടുത്തത്, കണ്ടത്, കേട്ടപ്പോൾ അവർ കേൾക്കുന്നത് എന്താണ്? ഞങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉയർന്ന ഒരാൾ, നമ്മുടെ മുകളിൽ അധികാരമുള്ള ഒരാളെ നമ്മെ ഒരു കാര്യത്തിന് വേണ്ടി അയക്കുന്ന ഉടനെ നമ്മൾ ആരാണെന്നുള്ളത് പ്രസക്തിയില്ല. ആ ആള് പറഞ്ഞു വിടുന്ന സംഗതി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അത് ഈ വ്യക്തി ആരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, പ്രശ്നമില്ല. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു വളരെ പ്രാധാന്യമുള്ള സ്ഥലത്ത് അതിന്റെ ഉടമസ്ഥൻ വിളിച്ച് കീ തന്നിട്ട് പോയി എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ നാം പിന്നെ ഇടവും വലവും നോക്കി നിൽക്കും. നമുക്ക് ധൈര്യമുണ്ട്. കാരണം ആരാ കീ തന്നേക്കുന്നത്? വീട്ടിന്റെ ഉടമസ്ഥൻ, അതിന്റെ CEO അല്ലെ മാനേജർ, അതിന് അധികാരമുള്ള ഒരാളെ ഏൽപ്പിച്ചു തന്നാൽ പിന്നെ നമ്മളെ ഇടവും വലവും നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. ആര് നമ്മെ കാണുന്നു എന്ന് അർത്ഥമില്ല. മുകളിലുള്ളവൻ അരുളി ചെയ്താൽ പിന്നെ ആരെയും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ ദൗത്യമാണ് യേശുവിന്റെ കൂടെയുള്ളപ്പോൾ അവൻ ആരാണെന്ന് വെളിപ്പെടുത്തി നമ്മെ ആരാക്കി തീർക്കുമെന്ന് അവൻ വെളിപ്പെടുത്തി. അതാണ് എന്റെ രണ്ടാമത്തെ പോയിന്റ്. നമ്മൾക്ക് അതാണ് ജീവിതത്തിൽ രണ്ടാമതിൽ കണ്ടത്. അവൻ ആരാണെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മെ ആരാക്കി തീർക്കും എന്നുള്ളതാ നമ്മുടെ ആ ദർശനത്തിന്റെ ഭാഗം. അപ്പോൾ യേശു ക്രിസ്തു ഇതാണ് അവനെ കാണിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് മുഴുവനാണ് വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നാം ആരാണ്? ഇത് നമ്മൾക്കുണ്ടായാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യുവാനുള്ള ധൈര്യം കിട്ടുകയുള്ളൂ. നാം ഒന്നുമല്ലെങ്കിൽ വെറുതെ വാതിൽക്കൽ നിന്ന് നോക്കി ഇത് എനിക്ക് തരാമോ എന്ന് ചോദിക്കുകയുള്ളൂ. എന്നാൽ അധികാരമുള്ളവരാണെങ്കിൽ എന്തോ ചെയ്യും? അവർ കയറി എടുത്തിട്ട് പോകും. അപ്പോൾ യേശു ആരാണെന്ന് മാത്രം മനസ്സിലായാൽ നമുക്ക് കാര്യം വിജയിച്ചില്ല. യേശു നമ്മെ ആരാക്കി തീർത്തു എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ പതിയണം. അപ്പോൾ യേശു അവരോട് ആദ്യം പറഞ്ഞ വചനം അതാ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കും. നിങ്ങൾ എന്നോട് കൂടെ വന്നാൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഒരു വലിയ ദൗത്യം കൊണ്ട്, വലിയൊരു അധികാരം കൊണ്ട്, വലിയൊരു കർമ്മം ചെയ്യുവാൻ നിങ്ങളെ ഞാൻ വിശ്വസ്തരായി കണ്ടിരിക്കുന്നു, നിങ്ങളെ ഞാൻ ഫലമേൽപ്പിച്ചിരിക്കുന്നു, നിങ്ങൾക്കിത് കഴിയും എന്ന് ഒരാൾ പറഞ്ഞാൽ തീർച്ചയായും ആ ഉക്കരി തന്നെത്താൻ തന്നെ ഒരു ബലമുള്ളവരായിത്തീരും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകും. ആ ആളോടെ നിനക്ക് ഗുണമില്ല, നീ ചെയ്യത്തില്ല, നിന്നെ കൊണ്ട് കഴിയത്തില്ല, ഇതിനേക്കാൾ വലിയവരെ വന്ന് നോക്കിയിട്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അവൻ ആഴ്ച നിൽക്കും. എന്നാൽ അവനോട് പറഞ്ഞു നോക്കൂ, ഇത് നിങ്ങളെ കൊണ്ട് കഴിയും, പലരും ഇത് ചെയ്തു കഴിഞ്ഞു, നിങ്ങളെക്കാൾ കഴിവില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ ഇത് ചെയ്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എന്തോ ചെയ്യും?
തീർച്ചയായും ചെയ്യും. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്തായിരുന്നപ്പോൾ ഒരു യൗവനക്കാരനെ, നാട്ടിൽ വളരെ പണക്കാരനായ ഒരു യൗവനക്കാരനെ ഇവിടെയുള്ളൊരു പെൺകുട്ടി വിവാഹം കഴിച്ചിട്ട് വന്നു. അപ്പോൾ അവന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷേ ഇവിടെ പെട്ടെന്നൊരു പ്രൊഫഷണൽ ജോലി കിട്ടത്തക്ക രീതിയിൽ ഒന്നും പഠിച്ചിട്ടില്ല. മാസ്റ്റേഴ്സും എടുത്തുകൊണ്ട് വന്നാൽ, അതും ആർട്സിൽ എടുത്തുകൊണ്ട് വന്നാൽ ഇവിടെ എന്തോ ജോലി കിട്ടാനില്ല. അപ്പോൾ അവൻ ആകെ വിഷമിച്ചു. ഇവന് നാട്ടിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ ഇവിടെ രൂപ ഇല്ലാതെ വളരെ വിഷമിച്ച് ഭാര്യ വീട്ടുകാരുടെ ആ മോശമായ പെരുമാറ്റത്തിൽ ഇവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ദിവസം വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്ത് എൻ്റെ അടുക്കിലേക്ക്, സഭയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ അവനെ ചില ഡിറക്ഷൻ കൊടുത്തു. ഞാൻ പറഞ്ഞു, നിനക്ക് സാധിക്കും. ഒന്നുമില്ലാത്തവർ ഇവിടെ കടന്നു വന്നിട്ട് ഇന്നതും ചെയ്ത ഞാൻ ഒരു 10 പേരെ നിരത്തി വെച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഇന്നത് നീ പോയി ചെയ്യേ. അയ്യോ, അതിന് എനിക്ക് അമ്മയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അത് കഴിയും. 10ാം ക്ലാസ്സുകാരൻ ഇവിടെ വന്ന് GED എഴുതി ഈ കാര്യം ചെയ്യുന്നുവെങ്കിൽ നിനക്കിത് എന്നും പറഞ്ഞ് ഉത്സാഹിപ്പിച്ചു. ഇപ്പോൾ നിങ്ങൾക്കറിയാമോ, അവന് $130,000 വാങ്ങുന്ന ഒരു വ്യക്തിയാണ്. എന്നോട് എന്തോ ഒരു ബഹുമാനമാണ് അറിയോ. അവന് മാത്രമല്ല, അവന്റെ വീട്ടിലുള്ള ആൾക്കാരെ ഞാൻ കേരളത്തിൽ ചെല്ലുന്നു എന്ന് കണ്ടാൽ കാറുമായി എന്നെ സ്വീകരിക്കാൻ വരും. കാരണം അവരുടെ ആ ബുദ്ധിമുട്ടിന്റെ സമയത്ത് ഞാൻ അവനെ ബൂസ്റ്റ് ചെയ്തു, ഞാൻ അവന് വഴി പറഞ്ഞു കൊടുത്തു. അവന്റെ ജീവിതത്തിൽ അവനൊരു ഈ ലോകപ്രകാരം തനിക്ക് തന്നെ വിലയുള്ള ഒരു വ്യക്തിയായി തീർന്നു. അപ്പോൾ ഇല്ലെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും നമ്മൾ അങ്ങോട്ട് അവന്റെ കഴിവിനെ കാണിച്ചിട്ട് അത് കാണിച്ച് അവനെ ഉത്സാഹിക്കുമ്പോൾ സാധിക്കുമെങ്കിൽ യേശു തമ്പുരാൻ സകലതും കഴിവുള്ളവൻ, ഇവർ ഗുരുവായി, ഇവർ രാജാവായി, ഇവർ മെസ്സിയായി, ദൈവപുത്രനായി കണ്ട വ്യക്തി അവരോട് പറയുകയാണ്. ഇതിവിടെ വെച്ച് കണ്ടിട്ട് ഇവർ തിരിച്ചുപോയി, ഇവരും മീൻ പിടിക്കാൻ പോയവരല്ല, കടൽക്കരയിൽ വെച്ച് അല്ല അവർ ആദ്യം യേശുവിനെ കാണുന്നത്. യോർദാന്റെ കരയിൽ വെച്ച് ഇവരെ യേശുമായി കണ്ടു. ഇവർ യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു. അവർ പിന്നെ പഴയ പണിക്ക് പോകുമ്പോൾ യേശു അവരുടെ അടുക്കൽ ചെന്നിട്ട്, എന്നെ അനുഗമിക്കാം, ഞാൻ നിങ്ങളെ മീനിൽ നിന്ന് മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറയുമ്പോൾ ഇവർക്ക് കണ്ടു പരിചയമുണ്ട്, അല്ലാതെ ഉടനെ പോയി പിടിച്ചതല്ല. ഇവർ യേശുവിന്റെ കൂടെ പോയി താമസിച്ചവരാണ്. അന്ത്രയോസ് അവിടെ ഉണ്ടായിരുന്നു, പത്രോസ് അവിടെ ഉണ്ടായിരുന്നു. ആ കെയറോഫിലായിരിക്കാം യോഹന്നാനും യാക്കോബും യേശുവിനെയും മനസ്സിലാക്കുന്നത്. അപ്പോൾ യേശു ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കി ഇവരെ എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് അവർക്ക് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ് യേശു പറയുന്നത്, എന്നെ അനുഗമിക്കാം, ഞാൻ നിന്നെ മീനെ പിടിക്കുന്നതിൽ നിന്ന് മാറ്റി മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഒരു വലിയ ദൗത്യം കൊടുത്തു. അപ്പോൾ അവന്റെ കൂടെ ആയിരുന്നാൽ മാത്രമേ അവൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടൂ. അവൻ ആരാണെന്ന് മനസ്സിലായാലേ അവൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടൂ. അവന്റെ ജോലിയുടെ വലിപ്പം എത്ര വലുതാണെങ്കിലും അത് ശ്രേഷ്ഠമെന്ന് നമുക്ക് കാണാൻ കഴിയുള്ളൂ. എന്നിട്ട് യേശു ഇവരെ പറഞ്ഞു വിടുന്നുണ്ട്. അടുക്കൽ എത്തിയ ശേഷം മൂന്നാമത് എന്താ, അവരെ പറഞ്ഞു വിടണം. പറഞ്ഞു വിടുന്ന ഉടനെ എങ്ങനെയാ വിട്ടത് നോക്കിയേ. അവൻ മർക്കോസിന്റെ സുവിശേഷം തന്നെ അടുത്ത 6ാം അധ്യായം 6ാം അധ്യായത്തിന്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ താൻ വ്യക്തമായി പറയുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് അറിയാമോ? അവൻ എങ്ങനെയാ വിട്ടത്? വെറുതെ വിട്ടില്ല. വായിച്ച് 13 മുതൽ 6ന്റെ 9 മുതൽ 13 വരെ. അതിന് മുകളിലോട്ട് ആ പരക്ക് എന്ന് വെച്ചാൽ എന്താ? എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ അതിൽ നിന്ന് പഠിക്കുന്നത്? ഇത് ബൈബിൾ സ്റ്റഡിയാ. നിങ്ങൾക്ക് വർത്താനം പറയാം, ആരും ഇങ്ങനെ നോക്കിയൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. എന്താ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ടേപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അത് നമുക്ക് ഉത്തരം പറയാം. എന്താ അതിന്റെ കാര്യം? എന്താണെന്നറിയാമോ? ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ട്രസ്റ്റ് ചെയ്യണം? അയക്കുന്നവനിൽ, ദൈവത്തിൽ. എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നുമില്ലാതെ വയ്ക്കോ എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു എന്നർത്ഥം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ പോകുന്ന വഴിയിൽ അവിടെ ഒരു സമാധാന പുരുഷനുണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ കയറിയാൽ നിങ്ങൾക്ക് വേണ്ടുന്നതൊക്കെയും ലഭിക്കും. അപ്പോൾ നോക്കൂ, പറഞ്ഞു വിടുന്ന ഉടനെ ഞാൻ ഇവിടുന്ന് ചെക്ക് അയച്ചേക്കാം, അല്ലെ സഹായിച്ചേക്കാം, അല്ലെങ്കിൽ എന്നൊന്നും അല്ല പറഞ്ഞു വിട്ടത്, അവിടെ തന്നെ ഒരുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ. അപ്പോൾ അവന്റെ കൂടെ ഇരുന്ന് അവൻ ചെയ്യുന്ന ജോലിക്ക് പോകുന്ന ഉടനെ അവന്റെ ഉപദേശം നിങ്ങളെ കുറിച്ച് ഭാരപ്പെടേണ്ട എന്നല്ലേ അതിന്റെ അർത്ഥം? അവന്റെ ജോലി ചെയ്യുവാൻ പോകുന്ന ഉടനെ നിങ്ങൾ ഒരു വസ്ത്രം ധരിച്ചു പോയാൽ മതി, ബാക്കിയെല്ലാം അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടും. എന്തോ ഒരു മെസ്സേജ്! അതാണ് യേശു ഇവരുടെ ജീവിതത്തിൽ കൊടുത്തത്. അപ്പോൾ അവർക്ക് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല, അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല നാളെ എന്തായി തീരുമെന്ന്. കാരണം യേശു പറയുന്നത് നിങ്ങൾ ഒന്നും കൊണ്ടുപോകണ്ട, നിങ്ങൾക്ക് വേണ്ടി
ഒരുക്കും. അത് മാത്രമല്ല, അപ്പോൾ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യാനും കൂടെയാണ് ഇത് പഠിപ്പിക്കുന്നത്. അവരുടെ ഭാരം ഇല്ലായ്മ ചെയ്യുവാനും ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യാനും കൂടാണ് ആ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിന് രണ്ടു വശമുണ്ട് അല്ലേ? ഇവൻ പറയുന്നത് പോലെ പോകാൻ ധൈര്യം ഉണ്ടാകണം, വിശ്വാസം വേണം. അവരുടെ ജീവിതം അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ യേശു പറയുന്നു, നിങ്ങളും അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് വരണം. രണ്ട്, ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കണം. മൂന്നാമത് വേറെ എന്താ പറയുന്നതെന്ന് അറിയാമോ? അവർക്ക് അധികാരം. എന്തിനു അധികാരം? അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തിനു മേൽ അധികാരം കൊടുത്തു? അശുദ്ധാത്മാക്കളുടെ മുകളിൽ അധികാരം കൊടുത്തു. അങ്ങനെ മത്തായി ഇവിടെ പറയും, മർക്കോസ് പറയുന്നുള്ളൂ. മത്തായിലും ലൂക്കോസിലും പറയുന്നത് മരിച്ചവരുടെ മുകളിൽ, അശുദ്ധാത്മാക്കളുടെ മുകളിൽ, രോഗത്തിന്റെ മുകളിൽ അവർക്ക് എന്തുണ്ട്? അധികാരം കൊടുത്തു. അപ്പോൾ മറ്റുള്ളവർ ഭയപ്പെടുന്ന എല്ലാത്തിന്റെയും മുകളിൽ ഇവർക്ക് അധികാരം കൊടുത്തു. എന്തൊക്കെയാണ് നമ്മൾ ഭയപ്പെടുന്നത്? രോഗം. പിന്നെന്തിനാ ഭയപ്പെടുന്നത്? പിശാചി. പിന്നെന്തിനാ ഭയപ്പെടുന്നത്? മരണം. അത് നിങ്ങൾ മത്തായി 10-ലും ലൂക്കോസിലും ഒക്കെ വായിച്ചു നോക്കിക്കും. അവിടെയെല്ലാം ഇതാ കാണുന്നത്. അധികാരം കൊടുത്തു. അധികാരം എന്ന് പറയുന്നത് നമുക്കുണ്ടെങ്കിൽ നമ്മൾ എത്ര അശുവായിരുന്നാലും ഒരു കുഴപ്പവുമില്ല. അധികാരം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ശരിയായി. ഇപ്പോൾ നോർത്ത് കൊറിയയിൽ ഒരു കൊച്ചു പയ്യനെയാണ് അവരെ വിളിച്ച് ആരാക്കി വെച്ചിരിക്കുന്നത്. അപ്പൻ മരിച്ച ഉടനെ അതിന് പകരം വെച്ചിരിക്കുന്നത്. അവൻ എന്തെല്ലാം അറിയാമോന്ന് പോലും ആർക്കും ലോകത്തിന് പോലും അറിയില്ല. പക്ഷേ എല്ലാവരും കൂടെ കൂടി അവൻ അധികാരം കൊടുത്തു. വേദപുസ്തകത്തിൽ നമുക്കറിയാം, കൊച്ചു പിള്ളാരെ രാജാക്കന്മാരാക്കി വെച്ചിട്ട് അവരെ ഭരിപ്പിക്കുന്നത് നാം കാണുന്നുണ്ട്. അധികാരമാണ് അതിന്റെ പിന്നിലുള്ള തത്വം. അപ്പോൾ യേശു പറയുകയാണ്, മറ്റുള്ളവർ ഭയപ്പെടുന്നതൊന്നും നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്തോ ഒരു സന്തോഷമുള്ള ഒരു വാർത്തയാണ് അത് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. എന്നിട്ട് അതിന്റെ മുകളിൽ നിങ്ങൾക്ക് അധികാരം. അത് ആരെങ്കിലും അനുഭവിക്കുന്നുവെങ്കിൽ അവിടെ നിങ്ങൾ ചെന്നാൽ ആ ഭാരപ്പെടുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് ആശ്വാസമാകുന്ന ഉടനെ നിങ്ങളുടെ കാര്യം ശരിയായി എന്നർത്ഥം. ആത്മീയമായി മനുഷ്യനെ പിടിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി അതാണ് വഴിയൊരുക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു നമ്മെ എങ്ങനെ വിടയില്ല? അവരെ ആരെയും വിട്ടത് വെറുതെ വിട്ടില്ല. അവരെ ഒന്നുമില്ലാത്തവരായി വിട്ടുവെങ്കിലും അവരെ വലിയ അധികാരമുള്ളവരായിരുന്നു. അവര് പറഞ്ഞു, തിരിച്ചു വന്നപ്പോൾ അവരെന്താ പറയുന്നത് അറിയാമോ? പിശാചുക്കളും ഞങ്ങൾക്ക് കീഴടങ്ങി. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അവർക്ക് അറിയാം. രോഗസൗഖ്യമാക്കുന്നത് അവർ കണ്ടിട്ടുണ്ട്. പ്രവാചകന്മാർ മരിച്ചവരെ ഉയർപ്പിക്കുന്നത് അവർ കേട്ടിട്ടുണ്ട്. അതൊന്നും അല്ല അവരെ അത്ഭുതപ്പെടുത്തുന്നത്. പിശാചും ഞങ്ങൾക്ക് കീഴടങ്ങി. അപ്പോൾ അവരുടെ ജീവിതം വളരെ ജിജ്ഞാസ നിറഞ്ഞതായിരുന്നു, സന്തോഷം നിറഞ്ഞായിരുന്നു, പ്രത്യാശ നിറഞ്ഞതായിരുന്നു. അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം എന്തുണ്ട്? ഒരു ഉള്ളിൽ നിന്നൊരു തള്ളൽ അവർക്ക് ലഭിക്കുന്നുണ്ട്. കാരണം അധികാരമുണ്ട്, അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അവരോട് പ്രസംഗിക്കാൻ പറഞ്ഞ ഒരു വിഷയമുണ്ട്. എന്തോ അവർ പറഞ്ഞാൽ മതി. നോക്കിക്കേ, മെസ്സേജ് എന്താ? അതിന്റെ അവസാനം മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് എന്തോ ആണ് പ്രസംഗിക്കേണ്ടതെന്ന്. അവർ പോകുന്നിടത്തൊക്കെയും വാക്യം വായിച്ചേ. അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിക്കണം. അവർക്കൊരു മെസ്സേജും കൊടുത്തു. എന്താ? അവർക്ക് വെറുതെ അല്ല അവരെ വിട്ടത്. ഇപ്പോൾ നിങ്ങളെ ആരെങ്കിലും വിളിച്ചിട്ട് ഇപ്പൊ ഇങ്ങോട്ട് പ്രസംഗിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആകെ വിഷമിക്കും ഇല്ലേ? എത്ര പ്രസംഗമൊക്കെ അറിയാമെങ്കിലും അതിനെ ഒന്ന് ഓർഡറിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ യേശുവിലൂടെ നടന്ന ജനങ്ങളെ യേശു അയച്ചു വിട്ടപ്പോൾ മെസ്സേജ് ഒരുക്കിയാണ് ഇപ്പം. എന്തോ പ്രസംഗിക്കണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടർത്ഥം. നമുക്ക് യേശുവുമായി കൂടെ ഇരുന്നാൽ പ്രസംഗിക്കാൻ ഒരു പഞ്ഞവും. കാരണം എന്താ? അവൻ നമുക്ക് എന്ത് നൽകും? മെസ്സേജ് നൽകും. അതാണ് യേശുവിന്റെ കൂടെ ഇരിക്കണം. യേശുവിന്റെ കൂടെ ഇരിക്കാത്തത് കൊണ്ടായി പ്രശ്നം. ഇന്നലെ പിന്നെ വൈകിട്ട് ഷിബു പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. അവിടെ തന്നെത്താൻ ചതച്ച് എല്ലാവർക്കും ഭയമായി ബന്ധിക്കപ്പെട്ട മനുഷ്യൻ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്നു. അപ്പോൾ കണ്ടവർക്കൊക്കെ എന്തായി? ഭയമായി. ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് 9-ാം അധ്യായത്തിൽ. അപ്പോൾ അവിടെ പറയുകയാണ്, യേശുവിന്റെ കൂടെ ഇരിക്കുന്നവൻ ഇന്നലെ വലിയ ഭീകരനായിരുന്നുവെങ്കിലും ഇപ്പോൾ എല്ലാവരും കൂടെ ഭയപ്പെടുന്നത് ഇവൻ സുബോധത്തോടുകൂടി യേശുവിന്റെ കാൽക്കീഴിലിരിക്കുന്നത്. നോക്കി, എന്തൊരു വലിയ കാര്യമാണ്. അത് തന്നെയാണ് ഇവർക്കും ആർക്കും ലഭിച്ചത്. അപ്പോസ്തലന്മാരും
അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അവർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഏക ക്വാളിഫിക്കേഷനാണ് അവരെ വ്യത്യസ്തരാക്കിയത്. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തിയിൽ ഇവരുടെ പ്രസംഗം, ഇവരുടെ തന്റെ ഇടം, ഇവരുടെ ജീവിതത്തിൽ ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ കാണുമ്പോൾ അവരൊക്കെ അത്ഭുതപ്പെട്ടു. ഇവരാരാണ്? അപ്പോൾ അതിന് ഉത്തരം എന്തായിരുന്നു? ഇവരെ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നാം യേശുവിനോട് കൂടെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശുവുമായി സമയം സ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറച്ചാണ്. നമ്മുടെ ജീവിതം ബാക്കിയുള്ളവരുമായൊക്കെ സമയം സ്പെൻഡ് ചെയ്യുവാൻ നമുക്ക് എന്തുണ്ട്? സന്തോഷം. എല്ലാവരുടെയും ജീവിതം എടുത്ത് നോക്കിയാൽ നമുക്ക് കൂട്ടുകാരൻ വന്നാൽ, അല്ലെങ്കിൽ വീട്ടുകാർ വന്നാൽ, അല്ലെങ്കിൽ സ്വന്തക്കാര് താല്പര്യമുള്ളവർ വന്നാൽ സമയം പോകുന്നത് ബാക്കി അറിയില്ല. യേശുവിനോട് ഇരിക്കുമ്പോഴോ 100 ചിന്തകൾ, ഏതെങ്കിലും ഉപാധികൾ ഉണ്ടെങ്കിൽ നാം എന്ത് ചെയ്യും? അതങ്ങ് വെട്ടിക്കുറയ്ക്കും. അതിന്റെ സമയം കുറച്ച് വരും. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ചുള്ള ദൗത്യം, നമ്മൾക്ക് ഭയമില്ലാതെ മറ്റുള്ളവർ നമ്മെ നോട്ട് ചെയ്യുവാൻ, യേശുവിന്റെ മെസ്സേജ് കിട്ടുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നാം യേശുവിന്റെ കൂടെ ഇരുന്നേ മതിയാകും. അപ്പോൾ അവർക്ക് എന്തുണ്ട്? മെസ്സേജ് ഉണ്ട്, അവരുടെ ജീവിതത്തിൽ അധികാരമുണ്ട്, അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടിയെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൽ അവർ പോകുന്നിടത്തൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന അവർക്കൊരു ജിജ്ഞാസയാണ്. എന്നിട്ട് നോക്കിക്കേ, അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നു, ഒരു പ്രതിസന്ധി വന്നു. അവര് വിചാരിച്ചതുപോലെ കാര്യം നടന്നില്ല. അത് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആകെപ്പാടെ വിഷമമായി. അവർ നോക്കിയിട്ടൊന്നും സാധിച്ചില്ല. പക്ഷേ യേശുവിന്റെ അടുക്കൽ ചെന്ന് രഹസ്യമായി അവർ ചോദിച്ചു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചില്ല? ആ വാക്യം വായിക്കാനാണ് എനിക്ക് ആഗ്രഹം. അവൻ തനിയെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഇരുന്ന സമയത്ത് യേശുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന്. അതിന്റെ 19-ാം വാക്യം. അവരെ പബ്ലിക്കായി ഒന്ന് നാണം കെട്ടു. എന്തോ സംഭവിച്ചു? അതിന്റെ കാര്യം എന്തായിരുന്നു? അവര് പബ്ലിക്കായി നാണം കെട്ടതിന്റെ കാര്യം ഞാൻ ലിറ്ററലി അങ്ങ് എടുക്കുക. എന്തായിരുന്നു? അവരുടെ കൂടെ യേശുവില്ലായിരുന്നു, അവർക്ക് വിശ്വാസവുമില്ലായിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ. യേശുവില്ലായിരുന്നു കാരണം യേശു ഇവിടെ മലയിൽ. ഞാൻ ആ ലിറ്ററൽ സെൻസാണ് എടുക്കുന്നത്. യേശു മലയിലാണ്, അവരുടെ കൂടെ ഇല്ല. പിന്നെ അവർക്ക് എന്തില്ല? യേശുവിൽ വിശ്വാസവുമില്ല. അതാ അവിടെ നോക്കിയേ. കാരണം യേശു താഴോട്ട് അവരെ അതിന് മുകളിൽ അവരെ വിളിച്ചു, അല്പവിശ്വാസികളെ, നിങ്ങളോട് ഞാൻ എത്രത്തോളം കൂടിയിരിക്കും അത് നിങ്ങൾ മറന്നുപോയോ? അതിന് മുകളിലുണ്ട്. അതിന്റെ 17-ാം വാക്യം. യേശുവിന്റെ അടുക്കൽ ഈ അപ്പൻ വന്നിട്ട് ഈ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ ഞങ്ങൾ ആവുന്നത് നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അവരാവുന്നത് ശ്രമിച്ചു, അവർക്ക് സാധിച്ചില്ല. നിനക്ക് കഴിയുമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ മറുപടി 17-ാം വാക്യത്തിൽ വായിച്ചു. അപ്പോൾ യേശു ചോദിക്കുന്നത്, നിങ്ങൾക്ക് രണ്ട് കുഴപ്പമാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു, അവിശ്വാസവും നേരെ ചിന്തിക്കാത്ത തലമുറ. കോട്ടം എന്ന് പറഞ്ഞാൽ എന്താ? വളഞ്ഞ വഴി, ശരിയായ വഴിയിൽ ചിന്തിക്കാതെ വിശ്വാസവും ഇല്ലാത്ത നിങ്ങൾ. ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു. അതാണ് അതിന്റെ സാരാംശം. അപ്പോൾ യേശു കൂടെ ഇല്ലായിരുന്നു, അവർക്ക് വിശ്വാസവും ഇല്ലായിരുന്നു. അപ്പോൾ അവർ പരാജയപ്പെട്ടു. അപ്പൊ ഇവര് പിന്നെയും യേശുവിന്റെ അടുക്കൽ സ്വകാര്യമായി, നമ്മൾ വായിച്ച പോയിന്റിലേക്ക് പോവാം. അവിടെ എന്താ? യേശുവിന്റെ അടുക്കൽ അവരെ പരസ്യ സ്ഥലത്ത് വെച്ചല്ല, അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്നു. അപ്പോൾ യേശുവിന്റെ അടുക്കൽ ഇരിക്കുന്ന ആദ്യത്തെ അടിവരയുടെ എന്താ വാചകം? അതാ, യേശുവിന്റെ അടുക്കലാണ് നമ്മുടെ പ്രശ്നം തീരുന്നത്, നമുക്ക് പരിശീലനം ലഭിക്കുന്നത്, നമുക്ക് ഉത്തേജനം ലഭിക്കുന്നത്, നമുക്ക് ധൈര്യം ലഭിക്കുന്നത്, നമുക്ക് ഡയറക്ഷൻ ലഭിക്കുന്നത്. അപ്പോൾ യേശുവിന്റെ അടുക്കൽ വന്ന് സ്വകാര്യമായി ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്? ഇവരെ ആക്കിയ സ്ഥാനത്ത് പരാജയപ്പെട്ടപ്പോൾ, അപമാനമായപ്പോൾ, അവരെ നിസ്സഹായരെന്ന് കണ്ടപ്പോൾ അവർ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് സ്വകാര്യമായി ചോദിക്കുക. അപ്പോൾ യേശു എന്താ പറഞ്ഞു? നോക്കിക്കേ, താഴോട്ട് വായിച്ചേ. ഒന്നാമത് യേശു പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയത് എന്താണ്? അല്പവിശ്വാസം. പിന്നെ നിങ്ങൾക്ക് കഴിവുമതിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ
നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയുമില്ല. അടുത്തത്, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകുന്നില്ല എന്ന് ഞാൻ. അപ്പോൾ യേശു പറയാണ്, നിങ്ങളെ ഞാൻ കൂടി ഇല്ലാതിരിക്കുന്ന ഉടനെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായാൽ എല്ലാം സാധ്യമാണ്, സകലതും സാധ്യമെന്നാണ് പറഞ്ഞു. അത് സാധിക്കണമെങ്കിൽ എന്തോ വേണം? ഉപവാസയും പ്രാർത്ഥനയും ഉണ്ടാകണം. അങ്ങനെയാകുമ്പോഴാണ് ഈ ജാതി വിട്ടുപോകുന്നത്. അപ്പോൾ പ്രാർത്ഥനയും ഉപവാസവും യേശു വളരെ വ്യക്തമായി പറയാം. എന്തിനെ? നമ്മെ വിളിച്ച അധികാരപ്പെടുത്തിയിരിക്കുന്ന കാര്യം ചെയ്യേണ്ട സമയത്ത് അപമാനമില്ലാതെ ചെയ്യുവാൻ മെസ്സേജ് ഉണ്ട്, അധികാരമുണ്ട്. യേശുവിനെ അറിയാം, നീ ആരാണെന്നറിയാം, നമ്മെ വിട്ടതാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും എന്തോ ചെയ്യണം? കുത്തിവെക്കണം. എന്തിനെ? ചാർജ് ചെയ്യുവാൻ. നമുക്ക് നല്ല ഹൈപ്പാട് ഇപ്പൊ എല്ലാവരുടെയും കയ്യിലുണ്ട്. അത് 12 മണിക്കൂറെ വർക്ക് ചെയ്യുന്നുള്ളൂ. വർക്ക് ചെയ്യാതെ കുത്താതിരുന്നാൽ അത് കഴിയുമ്പോൾ ചത്തുപോകും. അത് വീണ്ടും കുത്തിവെച്ച ശക്തി പ്രാപിക്കുന്നത് പോലെ ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ കൂടെ ഇന്നലെ ഇരുന്നു, അപ്പോൾ ഇന്നലെ പ്രവർത്തിച്ചു. നിങ്ങൾക്ക് മനസ്സിലായി യേശു ആരാണെന്ന്, അവരവരാരാണെന്ന്. അതുമാത്രമല്ല, അവർ പോയിടത്തൊക്കെ പിശാചുക്കൾ പോലും കീഴടങ്ങുന്നു എന്നുള്ള വലിയ ആ ജിജ്ഞാസ അവരെ ഭരിച്ചു. അവർക്ക് എല്ലാത്തിനും മുകളിൽ അധികാരമുണ്ടായിരുന്നു. ലോകം ഭയപ്പെട്ട സകലത്തിന്റെ മുകളിൽ, രോഗത്തിന്റെ മുകളിൽ, മരണത്തിന്റെ മുകളിൽ, പിശാചിന്റെ മുകളിൽ അവര് തനിയായിരുന്നപ്പോൾ അവർക്ക് യേശു ഉണ്ടെന്നുള്ള ബോധവുമില്ല, യേശുവിലുള്ള വിശ്വാസവുമില്ല. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള വ്യാധി നമുക്കെതിരെ വരുമ്പോൾ, പിശാചിന്റെ അറ്റാക്ക് നമുക്ക് ഉണ്ടാകുന്ന ഉടനെ എന്താണ് സംഭവിക്കുന്നത്? നാം പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഇരിക്കണം. ഇതാണ് യേശു അവരോട് കൂടെ ഇരുന്നപ്പോൾ ചെയ്യുന്നത്. ഇത് തന്നെയാണ് യേശു പോകാൻ നേരത്തും പറയുന്നത്. എന്താ? യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം അവരോട് സംസാരിക്കുമ്പോൾ പറയുന്നതാണ്, നിങ്ങൾ തനിയെ പോകരുത്. കാരണം എന്താണെന്നറിയോ? ഈ പ്രവൃത്തി ആരുടേതാണ്? ഈ സകല പ്രവൃത്തിയും പിതാവിന്റെയാണ്. അത് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞു. ഈ കൊയ്ത്തിന്റെ യജമാനനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. വേലക്കാർ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഇറങ്ങി കൊയ്യാൻ ആരോടും പറഞ്ഞില്ല. എന്തോ ചെയ്യാനാ പറഞ്ഞത്? നിങ്ങൾ കൊയ്ത്തിന്റെ യജമാനനോട് പ്രാർത്ഥിച്ചേ. എന്തിനു വേണ്ടി? വേലക്കാർക്ക് വേണ്ടി. അപ്പോൾ അടുത്തത് എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ഇവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത അധ്യായത്തിൽ പറയുന്നത് അവൻ അവരെ അയച്ചു എന്നാണ്. അപ്പോൾ നാം പ്രാർത്ഥിക്കുന്ന ഉടനെ അവിടെ പറഞ്ഞിരിക്കുന്നത് അധികാരത്തോടെ എല്ലാം ഇത് മെസ്സേജും കൊടുത്ത് എങ്ങനെ ഇടപെടണം അതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോകുന്ന ഉടനെ നിങ്ങളോട് ഒരാൾ വിളിച്ച് പറയാം, നിങ്ങളൊരാളാണ്. നിങ്ങൾ പോകുന്നത് എങ്ങോട്ടാ? ചെന്നായ്ക്കടലയിലേക്ക്. എത്ര പേര്? എത്ര പേര്? ഇത് പറയാതെ വിട്ടാൽ, അനുഭവിച്ചാൽ പോകും. പറഞ്ഞാൽ ആത്മാർത്ഥമായി നമ്മളൊന്ന് ചിന്തിച്ചേ. നിങ്ങളൊരു കുഞ്ഞാടിനെ ആണെന്ന് വിചാരിക്കുക. അവിടെ ചെന്നായ്ക്കൾ നിൽക്കുക. നിങ്ങളെ ഞാൻ കുഞ്ഞാടുകളായി ചെന്നായ്ക്കളുടെ അടുക്കളയിൽ വിടുക. എത്ര പേര് പോകും? അവർ പോയതിന്റെ കാരണം എന്താണ്? അവർക്ക് യേശു ആരാണെന്ന് മനസ്സിലാക്കി, കൂടിയിരുന്നത് കൊണ്ട് അവരാരാണെന്ന് മനസ്സിലാക്കി, അവർക്കുള്ള അധികാരം മനസ്സിലാക്കി, അവരുടെ മെസ്സേജ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി, അവർക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് മനസ്സിലാക്കി. അല്ലെങ്കിൽ ആരും പോകില്ല. ഇന്ന് നിങ്ങൾ നോക്കിക്കേ, ബുദ്ധിമുട്ടുള്ള സ്ഥലത്തേക്ക് സുവിശേഷത്തിലേക്ക് പോകാൻ ആൾക്കാരെ വിളിക്കേ. എത്ര പേര് പോകും? വളരെ കുറച്ചേ പോകും. എനിക്കൊരു അനുഭവം ഉണ്ട്. ഞാൻ ചെറുപ്പത്തിൽ ബൈബിൾ സ്കൂളിൽ പഠിച്ചിറങ്ങുമ്പോഴാണ് ഏറ്റവും അധികം ഉത്സാഹം സുവിശേഷ വിലയിക്കാൻ. അപ്പോൾ പാസ്റ്റർ PM സാറ് പഠിപ്പിക്കുന്ന കാലം, വളരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഉത്തേജിപ്പിക്കുന്ന കാലം. അദ്ദേഹം ഒരു ക്ലാസ്സിൽ ചലഞ്ച് ചെയ്തു. അന്ന് ഞാൻ ആ ക്ലാസ്സിലില്ലാതെ ഞാൻ വേറെ എങ്ങാണ്ട് പോയിരിക്കുകയാണ്. കാശ്മീരിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എത്ര പേര്? 3-4 പേര് മുന്നോട്ട് വന്നു. പുള്ളി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. പോകാൻ നേരത്തെ ഇവരൊക്കെ കാശ്മീരിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ എല്ലാവരും പിന്മാറി. അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എന്നെ സാർ വിളിച്ചു. ഞാൻ അന്ന് അപ്പച്ചനാണ് വിളിക്കുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാജു, ഞാൻ ഇവന്മാരുടെ വാക്ക് കേട്ട് ബുക്ക് ചെയ്തപ്പോൾ എല്ലാവരും പിന്മാറി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പോകാം.
ഓ നീ കൊച്ചാണ്. ഞാൻ പറഞ്ഞു കൊച്ചൊന്നും കുഴപ്പമില്ല, അന്ന് എനിക്ക് 19 വയസ്സേ. ഞാൻ പറഞ്ഞു ഞാൻ പോകാം, ഇവരാരും വന്നില്ല, ഞാനാ പോയത്. ഞാൻ പറഞ്ഞു വരുന്നതിന് ചുരുക്കം ബുദ്ധിമുട്ടും പ്രയാസവും ആ അന്തരീക്ഷം ശരിയല്ലെങ്കിൽ വളരെ കുറച്ച് പേരെ ഇന്നും പോകുന്നു. യേശു ഇതുപോലെയുള്ളൊരു സ്ഥലമല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? യേശു ദൈവോത്തരനാണെന്ന് പ്രസംഗിക്കാനായി ഇവരെ പറഞ്ഞു വിട്ടത്. അതും യഹൂദന്മാരുടെ നടുവിൽ പ്രത്യേകം പറഞ്ഞു. വല്ലവരുടെ അടുത്ത് പോയിരുന്നെങ്കിൽ അവർ അംഗീകരിച്ച് ജാതികളുടെ അടുത്ത് പോയിരുന്നെങ്കിൽ. യഹൂദന്മാർ ഒറ്റ കൂട്ടർ ഒരിക്കലും എന്ത് ചെയ്യില്ല, യേശു ദൈവോത്തരനാണെന്ന് അംഗീകരിക്കാൻ പോകുന്നില്ല. യേശു പറഞ്ഞിട്ട് അംഗീകരിക്കുന്നില്ല, യേശു ഇത്ര അത്ഭുതം ചെയ്തിട്ട് അംഗീകരിക്കുന്നില്ല. പിന്നെ യേശുവിന് വേണ്ടി വേറൊരാൾ പോയി പറഞ്ഞാൽ അവരെങ്ങനെ ആയിരിക്കും? ചെന്നായ്ക്കളെ പോലെ. അവർക്ക് സഹിക്കാൻ വയ്യാത്ത ഏറ്റവും വലിയ കാര്യം ദൈവദൂഷണമാണ്. ദൈവോത്തരനാണെന്ന് ഒരാൾ പറഞ്ഞാൽ ദൈവത്തിന് തുല്യനാക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരാരുടെ വാക്താക്കളാ? ദൈവദൂഷകൻ പറയുന്നവന്റെ വാക്താക്കളാകുന്ന ഉടനെ അവരെങ്ങനെയായിരിക്കും അവരെ സ്വീകരിക്കുന്നത്? ആടിനെ ചെന്നാ സ്വീകരിക്കുന്ന പോലെയായിരിക്കും. ഇത് കേട്ടിട്ട് ഇവര് പോകാൻ തക്കവണ്ണം ഇവരെ പ്രിപ്പയർ ചെയ്തിട്ടാണ് യേശു വിട്ടത്. ഇതാണ് എന്റെ പോയിന്റ്. അത് അധികാരവും യേശു ആരാണെന്നും അവരാരാണെന്നും അവർക്കുള്ള ദൗത്യം എങ്ങനെ സാധിക്കുന്നു അവരെക്കുറിച്ച് ഭാരപ്പെടാതെ അവർ വിടുകയായിരുന്നു. എന്നിട്ട് യേശു അവസാനം ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞത്, നിങ്ങൾ പോയി ശക്തി പ്രാപിക്കുവോളം അതിനായി കാത്തിരിക്കണം. ആ ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം സാധിച്ചെടുക്കും. എത്രയും സാധിക്കും? ആ വാക്യം കൂടെ വായിച്ചു നിർത്താം. ആ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കിയ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, പ്രാർത്ഥിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ താൻ കണ്ട ഏറ്റവും വലിയ മർമ്മം എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, നിങ്ങളിൽ വസിക്കുന്ന ശക്തിയാണ്. എന്തോ കഴിയും? അത് നമുക്കെല്ലാം മനപ്പാടാവിയാത്ത വാക്യമാണ്. നിങ്ങൾ വായിച്ച് നമുക്ക് നിർത്താം. എന്നാൽ നാം ചോദിക്കുന്നതിനും നിൽക്കുന്നതിനും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന അത്രയും നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ. എന്തൊക്കെ? അല്പ കാര്യങ്ങൾ, ഇച്ചിരിയുള്ള കാര്യങ്ങൾ, അങ്ങനെയല്ല പറഞ്ഞു. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ യേശു മുമ്പേ പറഞ്ഞതാണ്, സകലതും സാധ്യം. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തമായ കാര്യം ചെയ്യുവാൻ വേറെ അങ്ങൊന്നും വരാനല്ല പറഞ്ഞത്. എവിടെയുണ്ട്? നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാണ്. നമ്മൾ കർത്താവേ കടന്നു വരണേ എന്നാ പറയുന്നത്. യേശു പറയുന്നത് നീ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നിൽക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്താ അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? അങ്ങനെ പറഞ്ഞേക്കുന്നത്. പിശാച് വിട്ടോ? പിശാചാണല്ലോ ഏറ്റവും വലിയ ശക്തി, നമ്മുടെ ദുഷ്ടശക്തി. എന്തോ ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? ഓടാതെ തിരിഞ്ഞു നിൽക്കാനാ പറയുന്നത്. തിരിഞ്ഞു നിൽക്കാനാ ബുദ്ധിമുട്ട്. യാക്കോബ് അത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പിശാചിനോട് എതിർത്ത് നിൽപ്പി, അവൻ നിങ്ങളെ വിട്ട് ആരാ ഓടി നിൽപ്പോ? നമ്മളോ പിശാചോ? അതാണ് ചോദ്യം. രണ്ടിൽ ആരെയും ഓടും. ഒന്നിൽ നമ്മൾ ഓടും, നമ്മൾ തിരിഞ്ഞു നിന്നാൽ പിശാച് ഓടും. ദൈവം കയ്യിനോട് പറഞ്ഞു, കയ്യിനെ പാപം വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാണ്, നീയോ അതിനെ കീഴടക്ക. നീ കീഴടക്കിയില്ലെങ്കിൽ അത് ഇതൊന്നേ യുദ്ധം. 2 മാർഗേ ഉള്ളൂ. ഒന്നുകിൽ നീ അതിനെ കീഴടക്കണം, അല്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും. യേശു പറഞ്ഞു, നിങ്ങൾ കാത്തിരുന്ന് ശക്തി പ്രാപിക്കണം. എന്തെങ്കിലും പ്രാപിച്ചാൽ ശക്തിയാണ്, ദൈവശക്തി പ്രാപിക്കണം. അവൻ ആരാണെന്ന് മനസ്സിലാക്കണം, നാം ആരാണെന്ന് മനസ്സിലാക്കണം, നമ്മുടെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കണം. നമുക്ക് ബുദ്ധിമുട്ടിന്റെ നടുവിൽ നേരെ നിൽക്കാൻ കഴിയുമെന്നുള്ള വലിയ വിശ്വാസം വേണം. എപ്പോഴെങ്കിലും ഒരു പരാജയം ഫീൽ ചെയ്താൽ പിന്നെയും അവനോട് ചേർന്ന് നിൽക്കുക, ഉപവസത്താലും പ്രാർത്ഥനയാലും. അവൻ നമുക്ക് മെസ്സേജ് തന്നിട്ടുണ്ട്, അവൻ നമുക്ക് അധികാരം തന്നിട്ടുണ്ട്, അവൻ നമുക്ക് ശക്തി തന്നിട്ടുണ്ട്, അവൻ നമുക്ക് ഉന്മേഷം തന്നിട്ടുണ്ട്. നാം ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ലോകം ഭയപ്പെടുന്ന രോഗത്തെയും മരണത്തെയും പിശാചിനെയും തോൽപ്പിക്കുവാൻ അവൻ അധികാരം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നാം എതിർത്ത് നിൽക്കുവാൻ നമ്മുടെ സ്വന്തം ശക്തിയല്ല. അപ്പോസ്തലനായ പൗലോസ് ആ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇന്ന് നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ് 10-ാം അധ്യായത്തിൽ 3-ാം വാക്യം, ഞങ്ങളുടെ ആയുധം എന്തല്ല? ജഡത്തിന്റെ ആയുധങ്ങളല്ല, കോട്ടകളെ തകർക്കുന്ന
പിശാചിന്റെ സ്ട്രോങ് ഹോൾഡ് ഇടിച്ചു തകർക്കുന്ന ശക്തിയാണ്. അപ്പൊ നമ്മളിൽ ഉള്ള ശക്തി അതാണ്. ആ ശക്തിയുമായിട്ടാണ് യേശു പോകാൻ പറഞ്ഞത്. ആ ശക്തിയുമായി പോകുന്നവനെ ചെന്നായാണെങ്കിലും ഭയപ്പെടാൻ ആവശ്യമില്ല. കാരണം ചെന്ന തിരിഞ്ഞോടും. ഇതാണ് യേശു പഠിപ്പിച്ചത്. ചെന്ന തിരിഞ്ഞോടും. ചെന്ന നമ്മുടെ ജീവിതത്തിൽ യാതൊരു ദോഷവും ചെയ്യില്ല എന്ന് യേശു തമ്പുരാൻ അറിയിച്ചത്. അവരെല്ലാം മടങ്ങി വന്നു. വലിയ സന്തോഷത്തിന്റെ റിപ്പോർട്ടുമായിട്ടാണ് മടങ്ങി വന്നത്. പക്ഷേ ചിലപ്പോൾ ചെന്നായുടെ രൂപം കാണിക്കുമായിരിക്കാം. അത് കണ്ട് നാം ഓടിയാൽ പിശാച് നമ്മുടെ ജീവിതത്തെ തകർത്തുകളയും. ഇതാണ് യേശു അവരെ പഠിപ്പിച്ചത്. യേശുവുമായി കൂടെ ഇരുന്ന് നാം ആരാണെന്നും നമ്മളിലുള്ള അധികാരവും നമ്മുടെ മെസ്സേജും നമ്മൾ എങ്ങോട്ട് പോകുന്നുവെന്നും എന്തു ചെയ്യുവാൻ കഴിയുമെന്നും അതിന് കാരണമായിരിക്കുന്നത് ദൈവാത്മാവാണെന്നും യേശു പഠിപ്പിച്ചിട്ടാണ് അവൻ ശിഷ്യന്മാരെ വിട്ടത്. അത് തന്നെയാണ് നമ്മളോടും പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നാം ആണോ ഓടുന്നത്, പിശാചാണോ ഓടുന്നത്? നമുക്ക് ചിന്തിക്കാം. യേശു പഠിപ്പിച്ചതൊക്കെയും